ഞാൻ എൻ്റെ പിള്ളേരാരെങ്കിലും സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് സിനിമയ്ക്ക് പോയെന്ന് വെക്കുക. സ്കൂളിൽ വിട്ടതാ, പക്ഷേ സ്കൂളിൽ പോയില്ല. അതിന് പകരം സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് എവിടെ പോയി? സിനിമയ്ക്ക് പോയി. ഞാനത് അറിഞ്ഞു. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന എന്തുവായിരിക്കും പറയുന്നത്? നീ സ്കൂളിൽ പോകാൻ കൊണ്ടുവന്ന യൂണിഫോം അതിട്ടുണ്ട് സിനിമയ്ക്ക് പോയി, ഇവിടെ കൊണ്ടുപോയി, എവിടെ നിന്റെ യൂണിഫോം? ഇനി മേലെ ഞാൻ യൂണിഫോം തരത്തില്ല എന്ന് വല്ലതും പറയൂ? ഇല്ല. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ കൊച്ചിൻ്റെ യൂണിഫോം നമ്മൾ തിരിച്ചു പിടിക്കുന്നൊന്നുമില്ല. ഇതുപോലെ ദൈവം താൻ നമുക്ക് നൽകിയതായ പരിശുദ്ധാത്മാവ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ദിവസം മിസ്യൂസ് ചെയ്തത് കൊണ്ട് ഉടനെ തന്നെ അതിനെ തിരിച്ചെടുക്കുന്നില്ല. തിരിച്ചെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മക്കളോടുള്ള കരുണ കൊണ്ടും മക്കൾ തിരിച്ചു വരണമെന്നും മടങ്ങി വരണമെന്നും നന്നാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ മക്കളുടെ പ്രവൃത്തിയെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടല്ല. പക്ഷേ ഇവിടുത്തെ പ്രവാചകന്മാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ച് പിന്നെയും പ്രവചിക്കാൻ പറ്റി അവർ ചിന്തിക്കുന്നത് അവരുടെ പ്രവൃത്തിയെ ദൈവം അങ്ങ് അക്സെപ്റ്റ് ചെയ്തെന്നാണ്. ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ദൈവം നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ് മടങ്ങി വരാൻ, അത്രേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും മടങ്ങി വന്നില്ലെങ്കിൽ വീണ്ടും ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവം തന്ന ഈ യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വേറെ ഒരു വഴിയിലേക്ക് പോവുകയാണെങ്കിൽ ഒത്തിരി നാൾ പോകാൻ പറ്റത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ യൂണിഫോം വേൺ ഔട്ട് ആകും. ദൈവം തിരിച്ചെടുക്കണമെന്നൊന്നുമില്ല, അത് വേൺ ഔട്ട് ആകും. ദൈവവുമായിട്ടുള്ള ബന്ധം പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഇപ്പം ഇലക്ട്രിസിറ്റി പോയാലും കുറച്ച് നേരത്തേക്ക് ഫാനൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കും. ഫാൻ കറങ്ങുന്നത് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയരുത് ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന്. അങ്ങനെ ദൈവവുമായിട്ടുള്ള ആ കണക്ഷൻ പോയ 11 kV അല്ലെങ്കിൽ സബ്സ്റ്റേഷനുമായിട്ട് അല്ലെങ്കിൽ മെയിൻ സ്റ്റേഷനുമായിട്ട് കണക്ഷൻ പോയ ആളുകളും ചിലപ്പം പ്രവചിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പറയരുത്, എന്തൊരു പ്രവചനം, അച്ചട്ടായി പ്രവചിക്കുന്ന പല ആളുകൾക്കും ദൈവബന്ധമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി നാളായി. എന്തുകൊണ്ടാണ് ദൈവം അവരോട് ഈ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാത്തത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം നമ്മൾ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മടങ്ങി വരുമെന്ന് തന്നെയല്ല, മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്താൻ ദൈവം ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് പല ആളുകളുടെയും, നമ്മളെ ഉൾപ്പെടെ എല്ലാവരുടെയും പാപങ്ങളെയൊക്കെ ദൈവം എക്സ്പോസ് ചെയ്യാത്തത്. ഇപ്പം എൻ്റെ കൊച്ച് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു സിനിമാ കൊട്ടകയിൽ പോയിരുന്ന് സിനിമ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഓടിച്ചെന്ന് സ്കൂളിൻ്റെ അസംബ്ലിയിലേക്ക് ചെന്നിട്ട് ഉടനെ പറയല്ല, നിങ്ങൾക്കറിയാമോ ഇവൻ എൻ്റെ മോനാ, ഇവൻ ഞാൻ വാങ്ങിച്ചു കൊടുത്ത യൂണിഫോം ഇട്ടുകൊണ്ട് ഇന്നലെ സിനിമാ കൊട്ടയിൽ പോയി, അവൻ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കൂൾ അസംബ്ലിയിൽ പോയിട്ട് എൻ്റെ മോനെ നാണം കെടുത്താനായിട്ട് പരിശ്രമിക്കുന്നില്ല. കാര്യം അവനോട് എനിക്ക് കരുണയുണ്ട്, അവൻ എങ്ങനെങ്കിലും മടങ്ങി വരണമെന്ന്, അവൻ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരും ഈ അന്യഭാഷ പറയുന്നവരും ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവരുമായ ആളുകളുടെ മോശമായ വിക്കറ്റ്നെസ് ദൈവം ഒറ്റയടിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാത്തത്. അല്ലാതെ അവർ വിശുദ്ധയുടെ അങ്ങേ അറ്റത്തിരിക്കുന്നത് കൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ്? ദൈവം വീണ്ടും നമ്മളെ കൈവിടാതെ മടക്കി വരുത്താനായിട്ട്, തിരിച്ചു വരുത്താനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശിംശോൻ്റെ ചരിത്രം വായിച്ചാൽ ഇത് മനസ്സിലാകും. ശിംശോനെ സംബന്ധിച്ചിടത്തോളം, ശിംശോൻ മഹനദാനിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അതിനുശേഷം അവൻ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്ന് അവൻ ഒരു സിംഹത്തിൻ്റെ കുട്ടിയെ, ആട്ടിൻകുട്ടിയെ എന്നതുപോലെ സിംഹത്തെ, അവൻ യങ് ലയണിനെ അവൻ കീറിക്കളഞ്ഞു. അതിനുശേഷം കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അസ്കലോണിലേക്ക് ചെന്നിട്ട് ഫെലിസ്തീനെ കൊല്ലുന്നത്, കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് 1000 പേരെ കൊല്ലുന്നത്, അവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. എന്നാൽ ചാപ്റ്റർ 15 തുടങ്ങുമ്പോഴത്തേക്ക് ശിംശോൻ ഒരു വേശ്യയുടെ അടുത്ത് പോയി, ഗസയിൽ. അതിനുശേഷം അന്ന് രാത്രിയിൽ അതുവരെ കാണിച്ചതിനേക്കാളും വലിയ അത്ഭുതം കാണിക്കുന്നുണ്ട്. ഗസയിൽ ഒരു വേശ്യയുടെ അടുത്ത് പോയി എല്ലാവരും കൂടെ അവനെ പിടിക്കാൻ നോക്കി. അന്ന് രാത്രി പാതിരാത്രി ആയപ്പോൾ അവൻ എന്ത് ചെയ്തു? പുറത്തെണീറ്റിട്ട് പട്ടണത്തിൻ്റെ ഗോപുരത്തിൻ്റെ കട്ടിളവാതിൽ പറിച്ചെടുത്ത് തോളെ വെച്ചുകൊണ്ട് നടന്നത്. അത്രയും വലിയ അത്ഭുതം അതിന് മുമ്പേ അവൻ കാണിച്ചില്ല. എവിടുന്നാണ് വന്നത്? വേശ്യാഗ്രഹത്തിൽ നിന്ന്. പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം എഴുതുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എഴുതിയിരുന്ന ഒരു വാക്ക് അവിടെ എഴുതിയില്ല. എന്താണെന്നറിയാമോ? യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്ന് എഴുതിയിട്ടില്ല. നേരത്തെയുള്ള ഓരോ സമയങ്ങളിലും എഴുതിയിട്ടുണ്ട്, The Spirit of the Lord came upon him mightily and he tore the lion as a kid. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവൻ ആ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ എന്നതുപോലെ വലിച്ചു കീറിക്കളഞ്ഞു. പക്ഷേ ഇവിടെ പട്ടണത്തിൻ്റെ ഗോപുരത്തിൻ്റെ വാതിൽ ഇളക്കിക്കൊണ്ട് വരുമ്പോൾ അവിടെ എഴുതിയിട്ടില്ല എന്ത്? യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ എപ്പോഴാണ് അവന് പ്രശ്നം ഉണ്ടാകുന്നത്? അവൻ അതിനുശേഷം എത്രയോ പ്രാവശ്യം അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഉണ്ടാകുന്നത് അവൻ്റെ കവനൻ്റ് അവൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴാണ്. അവൻ്റെ ദൈവത്തോടുള്ള ഉടമ്പടിയെ അവൻ വിച്ഛേദിച്ച് കളഞ്ഞപ്പോഴാണ് അവൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത്. എന്നതുപോലെ ആത്മാവ്
ശക്തിയോടെ വരുന്നതിന് പകരം ആത്മാവിൻ്റെ ഗ്രേസ് പീരിയഡിൽ കഴിയുന്ന ഒത്തിരി കൃപാവര ശുശ്രൂഷകരുണ്ട്. അവരെ കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഇവരെല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ്. ആളുകളുണ്ടായിരിക്കാം, ഒരുപക്ഷെ അവരൊരിക്കൽ ദൈവത്തിൻ്റെ അടുത്ത ആളുകളായിരുന്നിരിക്കാം. പക്ഷേ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപാവരം എന്ന് പറയുന്നത് കൃപാവരമാണ്, അല്ലാതെ പ്രതിഫലമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് ബോസ്റ്റ് ചെയ്യാനില്ലാത്തൊരു സ്റ്റേജ് ഉണ്ടാകുകയുള്ളൂ. ഇതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനില്ല. 1 കൊരിന്ത്യർ 12-ാം വാക്യത്തിൽ, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. താൻ ഇച്ഛിക്കുന്നത് പോലെ, അത് അവൻ്റെ ഇഷ്ടമാണ്. ഇതിനകത്തൊരു റാങ്കിങ്ങും ഇല്ല കേട്ടോ, അതും നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ആളുകളുടെ മനസ്സിലൊരു റാങ്കിങ് ഉണ്ട് ഈ കൃപാവരങ്ങളെക്കുറിച്ച്. എന്ത്, ആദ്യം നമ്മൾ വിശുദ്ധമായിട്ട് നന്നായിട്ട് കുറച്ച് നാൾ ജീവിക്കുകയാണെങ്കിൽ ആദ്യം ദൈവം അന്യഭാഷ തരും. അന്യഭാഷ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം പ്രവചനവരം തരും. അങ്ങനെ പിന്നെയും വിശുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ ദൈവം രോഗശാന്തി വരം തരും. പിന്നെയും വിശുദ്ധമായി കൂടുതൽ വിശുദ്ധി ജീവിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഭൂതശാന്തി തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീര്യപ്രവൃത്തികൾ തരും. അങ്ങനെയുള്ള റാങ്കിങ് ഒന്നും വേദോസം പഠിപ്പിക്കുന്നില്ല. വേദോസം പറയുന്നത് ആത്മാവ് ഇച്ഛിക്കുന്നത് പോലെ ഓരോരുത്തർക്ക് വരങ്ങളെ പകുത്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് വെച്ചുകൊണ്ട് അവരെ തന്നെ വിശുദ്ധരായിട്ട് ചിന്തിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അത്ര അഹങ്കാരികളായ ശുശ്രൂഷകരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവരുടെ ചിന്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളെപ്പോലൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാനും കർത്താവുമായിട്ടാണ് എല്ലാം അടുപ്പമുള്ള ആളുകൾ, നിങ്ങളൊന്നും ദൈവമായിട്ട് ബന്ധമില്ലാതെ നടക്കുകയല്ലേ എന്നുള്ള നിലയിലാണ് ഇടപെടലുകൾ. പിന്നെ സംസാരിക്കുന്നതും എല്ലാം ആ രീതിയിലാണ്, ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ആ രീതിയിലാണ്. കൊച്ചു പിള്ളേരൊക്കെ 2 പ്രവചനം കഴിയുമ്പോഴത്തേക്ക് എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായി ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്ത്, പരിശുദ്ധാത്മ വരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്, അല്ലാതെ റിവാർഡല്ല. ഇതൊരു പ്രതിഫലമല്ല. അതുകൊണ്ട് റാങ്കിങ്ങിനകത്ത് യാതൊരു രീതിയിലും. എന്നാൽ അതിൻ്റെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മവരങ്ങൾ പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചുകൂടാ. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ന് കൃപാവരങ്ങൾ 90% ആളുകളും സ്വകാര്യ ലാഭത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ പണസമ്പാദനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ പദവികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ അഹങ്കാരം കാണിക്കാൻ വേണ്ടി. എല്ലാം ഇതുള്ളവനാണ് പ്രയോജനം, അല്ലാതെ കൃപാവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവൻ എന്തെല്ലാം അവർക്കാണ് പ്രയോജനം മുഴുവൻ. നല്ലൊരു ശതമാനം ആളുകളും ഇത് സ്വകാര്യമായ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ സമയമില്ലല്ലോ, ഞാനത് വായിക്കുന്നില്ല. അവിടെ നിങ്ങൾക്കറിയാം, ഫിലിപ്പോസും മറ്റുള്ള ആളുകളും, പ്രത്യേകിച്ച് ഫിലിപ്പോസ് ശമരിയയിൽ പോയി സുവിശേഷം അറിയിച്ചു. ശമരിയയിലുള്ള ആളുകൾ കർത്താവിനെ സ്വീകരിച്ചു. ഫിലിപ്പോസിൻ്റെ കൈകളാൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നു. അങ്ങനെ അനേക ആളുകൾ വിശ്വസിച്ച കൂട്ടത്തിൽ അവിടെ താൻ മഹാൻ എന്ന് നിരൂപിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ശിമോൻ എന്ന് പറയുന്ന വ്യക്തിയും അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഭാഗം അങ്ങ് പറഞ്ഞു പോകുകയാണ്, അവിടെ എഴുതിയിരിക്കുന്നത് ഹിമോൻ താനും വിശ്വസിച്ച സ്നാനമേറ്റു. അല്ലാതെ അവൻ വിശ്വസിക്കാതെയല്ല, ഹി ബിലീവ്ഡ്. അവൻ്റെ ആഭിചാര പ്രവർത്തനങ്ങളെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് അവൻ സ്നാനമേറ്റു. അവർ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശമരിയർ ദൈവവചനം കൈക്കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ശമരിയയിലേക്ക് വന്നു. അവരുടെ തലമേൽ കൈവച്ചു. അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. ശിമോൻ ഇത് കണ്ടാറേ, ഇത് ഇടയ്ക്ക് ഞാൻ കയറി പറയാ, ഇത് ശിമോൻ കണ്ടാറേ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചപ്പോൾ കാണാനും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കുന്നതിനകത്ത് എവിഡൻ്റായിട്ട് മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാകുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ശിമോൻ ഇത് കണ്ടാറേ അവൻ ദ്രവ്യം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് പറഞ്ഞു, ഞാനും കൈവെക്കുമ്പോൾ ഇതുപോലെ ആളുകൾ ആത്മസ്നാനം പ്രാപിക്കേണ്ടതിന് ഈ വരം എനിക്കൂടെ തരണം. നോക്ക്, കൃപാവരങ്ങൾ ധനസമ്പാദനത്തിനോ അതുപോലെ ആള് കളിക്കാനോ ഒക്കെ ഉള്ള ഒരു ഉപാധിയായിട്ട് ശിമോൻ മനസ്സിലാക്കി. ശിമോനോട് അപ്പോസ്തലന്മാർ പറഞ്ഞു, നിന്നെ തീയിറക്കി ദൈവം ദഹിപ്പിക്കാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചോടാന്ന്. നിന്നെ തീയിറക്കി ദൈവം നശിപ്പിക്കാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ. ഉടനെ ശിമോൻ പാവം പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ അത്രയും ബോധമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാരണം പരിശുദ്ധാത്മ വരത്തെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും സ്വന്തം
ബെനഫിറ്റ്സിനും വേണ്ടി ഉപയോഗിക്കുന്നവരുടെ മേലുള്ള ദൈവകോപം വളരെ വലുതാണെന്ന് അവിടെ കാണുന്നത്. പരിശുദ്ധാത്മ ബലത്തെ പണസമ്പാദനത്തിനോ അല്ലെങ്കിൽ പദവികൾ സമ്പാദിക്കാനോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ആള് കളിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നവരോടുള്ള ദൈവകോപം വളരെ വളരെ വലുതാണ്. ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടാണ് പലപ്പോഴും ആകാശത്തുനിന്ന് തീ ഇറങ്ങാത്തത്. അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം ഇന്ന് ഇതിനൊരു മടിയുമില്ല. പണസമ്പാദനത്തിന് വേണ്ടി പ്രവചനം മാത്രമല്ല, പ്രസംഗവും ഇന്ന് പണസമ്പാദനത്തിനുള്ളൊരു മാർഗമായിരിക്കുകയാണ്. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത്. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുക മാത്രമല്ല, പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ പന്തലിൻ്റെയും മൈക്കിൻ്റെയും കൂടെ കോൺട്രാക്റ്റോടുള്ള ഉപദേശമാരുണ്ട്. ബ്രദറെ എത്ര വാട്ട്സിൻ്റെ മൈക്ക് വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി, എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടെന്ന് പറയുന്ന ഉപദേശമാരുണ്ട്. വെറുതെ ഒന്നും ഞാൻ പറഞ്ഞൊന്നുമല്ല, അതിൻ്റെ കോൺട്രാക്റ്റൂടെ ഉള്ള പന്തലിൻ്റെ ഉൾപ്പെടെ കോൺട്രാക്റ്റുള്ള ഉപദേശമാരുണ്ടെന്ന്. ഇതൊക്കെ പണ്ട് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുമായിരുന്നു. പണ്ട് പറഞ്ഞാൽ ചിരിക്കുന്ന പല കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ചിരി വരുന്നില്ല. കാര്യം അത് നമുക്ക് മനസ്സിലായി. ഇറ്റ്സ് കോമൺ, വളരെ യാഥാർത്ഥ്യമാണ്. പണ്ടൊക്കെ സഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ചിരി വരുമായിരുന്നു. പിന്നെ സഭയിൽ തന്നെ ഇലക്ഷൻ. ഇപ്പോൾ സഭാ ഇലക്ഷൻ എന്നല്ല, ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു പാനൽ തിരിഞ്ഞ് മത്സരിക്കുന്ന പാനലിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ട് ഇവിടെ ആർക്കും ചിരി വരുന്നില്ല, കരച്ചിലേ വരുന്നുള്ളൂ. കാര്യം പണ്ട് പാനൽ, അതായത് ഓരോ നേതാക്കന്മാരും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പ്രീണിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനൊന്നും വിശുദ്ധന്മാരായ അവരാരും ചെയ്യത്തില്ലെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ ആ പാനൽ മീറ്റിംഗ് പരസ്യമായിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വിളിച്ച് ബിരിയാണി കൊടുക്കുക. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവിടെയാണ് ദൈവസഭയിൽ പറ്റിയിരിക്കുന്ന പാളിച്ച. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാ രീതിയിലുമുള്ള കൃപാവരങ്ങൾ പ്രശസ്തിക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി പ്രസംഗിക്കുവാനുള്ള വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് പ്രസംഗവും ഒരു കൃപാവരമായിട്ടാണ് നമ്മൾ വീണ്ടും പഠിക്കുമ്പോഴേ അറിയാം. all these things are, when you receive the Holy Spirit, you manifest it in different ways. അതിലൊന്നാണ് പ്രബോധനം, അതിലൊന്നാണ് പ്രവചനം, അതിലൊന്നാണ് പ്രസംഗം. ഇതെല്ലാം കൃപാവരങ്ങളാണ്. ഈ കൃപാവരങ്ങളെ സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പണസമ്പാദനത്തിനും മറ്റുള്ള മോഹങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളോട്, ശിമോനോട് അപ്പോസ്തലന്മാർ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അത് നേതാവായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഏത് കൊടികുത്തിയ നേതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ശിമോനോട് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും ദൈവവചനം അവരോട് സംസാരിക്കുന്നില്ല. അവരോട് കർത്താവ് മഹാകരുണ കാണിച്ചിരിക്കുകയാണ് മടങ്ങി വന്ന് മുട്ടുകുത്താൻ, ഏത് വലിയ നേതാവാണെങ്കിലും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രശസ്തിക്ക് വേണ്ടി, ഞാനൊരിക്കൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടെയൊക്കെ വന്ന് പ്രസംഗിച്ചു പോയ ഒരു ബ്ലാക്ക് ഒരുത്തനുണ്ട്. അയാൾ ബഹ്റിനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബഹ്റിനിൽ അയാൾ നോട്ടീസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു വിട്ടു, എങ്ങനെയാണ് നോട്ടീസ് അടിക്കേണ്ടതെന്ന്. ഞാൻ 7 പേരെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന്. അവർ ഇത് അടിച്ചില്ല. കാര്യം ഇവിടെ ഒരു ഇസ്ലാമിക് കൺട്രി അല്ലേ, അവിടെ മരിച്ചവരെ ഉയർപ്പിച്ചവൻ വരുന്നെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താകും പ്രശ്നം എന്നുള്ള പേടിക്ക് ഇവർ നോട്ടീസ് അടിച്ചില്ല. അയാൾ ഭയങ്കരമായിട്ട് ചൂടായി. ഞാൻ പറഞ്ഞിരിക്കുന്നത് മാതിരി ഞാൻ എത്ര പേരെ ഉയർപ്പിച്ചിട്ടൊന്ന് നോട്ടീസ് അടിച്ചാലേ ഞാൻ വരത്തുള്ളൂ. എവിടുന്ന് വരുന്നു ഇതൊക്കെ? ഇതാണ് ഞാൻ പറഞ്ഞത്, പണസമ്പാദനം മാത്രമല്ല. എന്നിട്ട് അങ്ങനെ വന്നിട്ട് എന്താ ചെയ്തത്? 100 ദിനാറുള്ളവനെല്ലാം കൈവക്കിക്കാട്ടെ, 1000 ദിനാറുള്ളവൻ കൈവക്കിക്കാട്ടെ. ഏത് അപ്പോസ്തലന്മാരാണ്? യേശു കർത്താവാണോ? അപ്പോസ്തലന്മാരാണോ? ആരെങ്കിലും ഈ രീതിയിൽ കാശിന് വേണ്ടി പിരിവ് നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഏത് കൺവെൻഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുക്കുക. ഏറ്റവും വലിയ നോട്ട് എന്തെടുക്കാനാ? അത് ഇവിടെ ഇട്, നിങ്ങൾ ദൈവത്തിന് കൊടുക്ക്, നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം കിട്ടും. ഇതന്നെ ദൈവം എന്നാ മുച്ചിട്ട് കളിക്കാരനാണോ? കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണമെന്ന വ്യവസ്ഥ പറയുന്നത്, അല്ലാതെ ബിസിനസ് ചെയ്യാൻ കൊടുക്കാനല്ല. ദൈവം 100 മടങ്ങ് പ്രതിഫലം തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം തിരികെ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നവൻ എന്തോന്ന് മഹിമയാ ഉള്ളത്.